പോലീസ് വാങ്ങിച്ചു കൊടുത്തു മാറി. ഇത്രയും നുണ ഒരു ഉളുപ്പില്ലാതെ വന്നിരുന്നുണ്ട്, പറയണല്ലോ. അപാരം, എന്റെ തൊലിക്കട്ടി, അപാരം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപരാധ കഥയിലേക്ക് സ്വാഗതം. ആദ്യമേ പറയുന്നുണ്ട്, അപരാധമാണ് രടാസുന്നയുടെ 2 ദിവസത്തെ അപരാധമാണ്. കാരണം ഇന്നലെയൊന്നും അപരാധം ഇടാൻ പറ്റില്ല, വേറെ പല സബ്ജക്റ്റുകൾ ഉള്ളത് കൊണ്ട് അപരാധം പറ്റില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം അങ്ങോട്ട് കണ്ടാ മതി. സ്കിപ്പ് ചെയ്ത് പോ എന്നാണ് ഞാൻ വീണ്ടും പറയാം. അതല്ല, കുറച്ചേരെ എൻജോയ്മെന്റ് ചെയ്ത് കുറച്ചിത് ചിരിച്ച് പൊട്ടിച്ചിരിച്ച നുണകൾ കേട്ട് സന്തോഷമാകണമെങ്കിൽ കുറച്ചേരം ഒന്ന് കണ്ടോ. ചിരിക്കാനുള്ള വകയുണ്ട്. നുണച്ചെന്ന് വെച്ചാൽ ലോക നുണച്ചി. ഏതൊക്കെ റീൽ ഇടണമെന്ന് എനിക്ക് അറിഞ്ഞാൽ കുറെ റീലുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഏതിട്ടാലും എവിടെ കൂടിയെങ്കിലും നമ്മുടെ നുണച്ചിപ്പാറും നമ്മുടെ നിക്കർ വിധവാ ഇപ്പൊ ഗോൾഡ് സ്മഗ്ലിംഗ് എന്നാണ് പറയുന്നത്. എന്തൊരു പാടാ, എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. അവരുടെ ഓരോ കള്ളങ്ങൾ നമുക്ക് കണ്ട് പൊട്ടി ചിരിക്കാമെന്നുള്ളതാണ് ആദ്യം. അതായത് സാധാരണക്കാരിയെ പോലെ കാലി കാണിച്ച് രണാസുന അടുത്ത ഫസ്റ്റ് റീല്. ലക്ഷങ്ങൾ വില വരും. എത്ര കോടി വരും? എന്നാലും എന്റെ ചേച്ചിയുടെ സ്നേഹ സമ്മാനമാണോ? അവളുടെ എന്തോ പണി അറിയില്ല. ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ കാലം. ഫാൻസാ. ഭയങ്കര ആരാധകരാ ചേച്ചി. കാലല്ലെങ്കിൽ എപ്പോഴും നല്ല കോടികളുടെ കൊലിസ് വാങ്ങിച്ചു കൊടുത്ത കാര്യമില്ല. സ്വന്തം ചേച്ചി ചിട്ടി കെട്ടി കോടികൾ വിലമതിക്കുന്ന കൊലിസ് വാങ്ങിച്ചു കൊടുത്ത് രണാസുനയ്ക്ക്. എന്റെ അപ്പോ ഇതുപോലെ ഒരു ഉടുപ്പും ഒരു നാണവും മാനമില്ലായിരുന്നതിനെ കള്ളം പറയാൻ നിനക്ക് പറ്റോളൂ. എന്റെ പൊന്നെ രണാസിനെ. പാവം അവരെ കിടക്കുന്നത് ചേച്ചി ഞെട്ടിയിരിക്കുന്നു. എപ്പ എവിടെ എന്ന് ചേച്ചി ഞെട്ടിയിരിപ്പുണ്ടാവും. കോടികളുടെ വിലയുള്ള ശരി, കോടി ഇതിന് പറഞ്ഞില്ലായിരിക്കും. പോട്ടെ, എങ്ങനെ പോയാലും ഈ ഒരു കൊലുസ് നോക്കുമ്പോ എങ്ങനെ പോയാലും ഒരു 3-4 പവൻ, 2 കൂടി 3 പവൻ പോയി. ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു പവന് 1.5 ലക്ഷം രൂപയാണ്. അങ്ങനെ വരുമ്പോ തന്നെ 3 പവന് ആവുമ്പോ തന്നെ 5 ലക്ഷം രൂപ അടുപ്പിച്ചാവും ഈ സാധനം. പാവം ഒരു വീട് പോലും സ്വന്തമായിട്ട് വെക്കാനില്ലാത്ത ചേച്ചി വാങ്ങിച്ചു കൊടുത്തു എന്നാണ് ഈ നുണച്ച് പറയുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഉടുപ്പ് വേണ്ടിട്ട് ഞാൻ പറയുന്നത്. എന്നാളെ പറഞ്ഞത് 35,000 രൂപ ചെരിപ്പൊന്നും. അതുപോലെ തന്നെയാണ് എന്റെ അമ്മയെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചേച്ചിയുടെ ചേട്ടൻ എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞത്. എഞ്ചിനീയർ ആയിരുന്ന സമയത്ത് ഇപ്പൊ മാറ്റി വെച്ചതായിരിക്കും. പക്ഷെ ഇപ്പൊ പെയിന്റ് പണിയാണ്. പെയിന്റ് പണി മോശമൊന്നല്ല, പെയിന്റ് പണിയുടെ നല്ല സുഖമായിട്ട് അന്തസ്സോടെ ജീവിക്കുന്നവരുണ്ട്. അത് നമുക്കറിയാം. പക്ഷേ ഇതുപോലെ മറ്റുള്ള ചേച്ചിക്ക് സ്വന്തം 2 മക്കളുണ്ടെന്നാണ് എന്റെ ഒരു ഊഹം. 2 മക്കൾക്കിടെ കാലിൽ ഒരു കൊലിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്ത പറ്റാത്ത ചേച്ചിയുടെ ചേച്ചി എന്ത് ചെയ്തു? സ്വന്തം അനിയത്തിക്ക് സ്നേഹോപകാരം. അതും സ്വന്തമായിട്ട് പെട്ടെന്ന് ഒറ്റയടിപ്പ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ താൻ അധ്വാനിക്കുന്നതെല്ലാം പെയിന്റ് അടിച്ച് കൊണ്ടുവരുന്നതെല്ലാം ഭർത്താവിനെ അടിച്ചു മാറ്റി ഇങ്ങനെ ചിട്ടിയിട്ട് അവസാനം ചിട്ടി വീണ് 5 ലക്ഷം രൂപ. അവള് പറയുന്ന രക്തമല്ല വെച്ചിട്ട് കോടികളുടെ വിലയുള്ള പോലീസ് വാങ്ങിച്ചു കൊടുത്തു മാറി. ഇത്രയും നുണ ഒരു ഉളുപ്പില്ലാതെ വന്നിരുന്നുണ്ട്, പറയണല്ലോ. അപാരം, എന്റെ തൊലിക്കട്ടി, അപാരം. ഇതുവരെ ഈ കൊലിസ് ഇല്ലായിരുന്നു. അവിടെ ഗൾഫിൽ പോയി വന്നതിന് ശേഷമാണ് കൊടുത്തത്. ഏതോ ഒരു കസ്റ്റമർ കൊടുത്തതാണ്. കുട്ട എന്നാണ് വിളിക്കുന്നത്. എല്ലാം ഇപ്പം സബ്സ്ക്രൈബേഴ്സിനെയും കസ്റ്റമർ എന്താ കുട്ട, നിനക്ക് സുഖമാണടാ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഏതോ ഒരു കുട്ട കൊടുത്തതാണ്. സ്വർണം തന്നെയെന്ന് ആർക്കറിയാം. വാക്കെടുത്താൽ നുണ അല്ലാതെ ഒന്നും പറയില്ല. അതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത എന്തോ അറിയില്ലെന്നൊരു പിടിയില്ല. നമുക്ക് നോക്കാം. രേണുവിന് അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? അമ്മ ഉണ്ടാക്കുന്ന വഴക്കാണ്. ഉപ്മാവ്. അമ്മ ഒരു ഉപ്മാവ് ഉണ്ടാക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കത്തില്ല. എണ്ണ കൂട്ടിയിട്ട് കുഴഞ്ഞിരിക്കത്തില്ലേ, കടുക് താളിച്ച്. പക്ഷെ അതിനകത്ത് വേറെ ഈ ക്യാരറ്റും ഇതൊക്കെ അരിഞ്ഞെടുത്തില്ല, അതെനിക്കിഷ്ടമാണ്. ഉപ്മാവും കടുക് വറുത്ത് നല്ല എണ്ണക്കകത്തിട്ട് പിന്നെ അത് പഞ്ചസാര കൂട്ടിക്കഴിഞ്ഞു. അമ്മ ഉണ്ടാക്കുന്നത് ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ച പോലെ അമ്മ ഡെയിലി ഉണ്ടാക്കുന്ന വഴക്കാണ്. വിഴുങ്ങി അമ്മ ഉണ്ടാക്കുന്ന ഡെയിലി വഴക്ക, പിന്നെ വിഴുങ്ങി. പിന്നെ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം എന്നുള്ളതാണ്. അവരാണ് ഒരു കോമഡി പീസ്. ഒരു കുളിപ്പും ഇല്ലാതെ ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറയും, അതിൽ കിടന്ന് ഉരുടുക.
എന്നിട്ട് എനിക്ക് ഒന്നും വേണ്ടെന്ന് ബിഗ് ബോസിൽ പോയിരുന്നു നിങ്ങൾ കണ്ടോ? എന്റെ അമ്മയാണ് കട്ടും മോട്ടിച്ചും ഒരു സൈഡിൽ നിന്ന് കുത്തി കുത്തി വിഴുങ്ങണങ്ങൾ കണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് വെച്ച്. അരി വരെ പാതിരാത്രി അരി വരെ മോട്ടിച്ച് നിന്ന് കഴിക്കാൻ ഇറങ്ങി. എനിക്ക് ഇങ്ങനെയൊന്നും കഴിക്കാറില്ല, കുറച്ച് മാത്രം, ലേശം മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇനി അടുത്ത പരാതം. അതായത് ഈ ഫോട്ടോട്ടപ്പ് എങ്ങനെ പറയാം, സാധാരണക്കാരിയെ പോലെ മുടി അഴിച്ചിട്ട് രണാസുന പല ഒഴിവുകളും പറയും. ഇനിയിപ്പോ സത്യമായിരിക്കും ചിലപ്പോ, അങ്ങനെയാ, അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ കാര്യങ്ങളാണ്. പക്ഷെ വയറിലാവാൻ വേണമല്ലോ. നീ എന്ത് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരാളുടെ കാര്യമില്ല, പല ആൾക്കാരുടെ കാര്യമാണ്. പല നായകന്മാരെ ഇതിനകത്ത് നമ്മളല്ല സാർ നോക്കിയതാണ്. അപ്പൊ അവരൊക്കെ പറയുന്ന റീസൺ ഇപ്പം വിവാദമല്ലേ, രേണുസുതി എന്ന് പറഞ്ഞാല് വിവാദമാണ്. സാറിന് കുഴപ്പമില്ല, നമുക്കൊന്നും വിഷയമില്ല. നമ്മൾ ആരുടെ കൂടെ വേണം അഭിനയിക്കും, നമുക്ക് ഇന്നവര് മാത്രം മതി എന്നൊന്നുമില്ല. ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു എനിക്ക് ഒരു നായകന്റെ അടുത്ത് എപ്പോഴും ഞാൻ എവിടെ ചെന്ന് ഒരു സിനിമയ്ക്കകത്ത് വരെ ഞാൻ പറയുന്നത് അവനെ സജസ്റ്റ് ചെയ്തായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ആ സമയത്ത്. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല, ആര് ഏത് നായകനാണെന്ന് നമ്മൾ അഭിനയിക്കും. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, അയ്യോ അവനുണ്ടായാലും നല്ലതായിരുന്നു, നമുക്ക് ഓക്കെ ആയിരുന്നു എന്നൊക്കെ പറയായിരുന്നു. ഇപ്പൊ അങ്ങനെ അറിഞ്ഞ ഒരു നായകന്മാരും വരുന്നില്ല എന്നുള്ളതാണ് അറിവ്. അതായത് രണാസുനയോട് അഭിനയിക്കാൻ വേണ്ടി ഒരു നായകന്മാരും വിളിക്കുന്നില്ല. അവരൊക്കെ വരുമ്പോ എനിക്ക് വിവാദമാണ്, അയ്യോ ഞാൻ ഇല്ലേ എന്ന് പറഞ്ഞു പോകുന്നു എന്നാണ് രണാസുന പറയുന്നത്. പണ്ട് ഞാൻ ഒരാളെ മറ്റേ ലെവൻ എടുത്തിട്ട് ചോദിക്കുന്നത് ആരാണ് പ്രതീക്ഷയാണോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഒരു ഗതിയില്ലാതെയാണ് ഇപ്പൊ ഒരു പുതിയൊരു അവതാരം വന്നിട്ടുള്ള അവനെ വിളിച്ചു വരുന്നത്. അവൻ ഒരു പണിയും കുഴിയും ഇല്ലായിരുന്നപ്പോൾ രണാസുനയുടെ കൂട്ടത്തിൽ 2 റീലടിക്കാൻ നിനക്ക് വൈറലാവാം എന്ന് പറഞ്ഞപ്പോൾ അവൻ കുടുക്കയൊക്കെ എടുത്തുകൊണ്ട് അവൻ വന്നു അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അതായത് പറഞ്ഞു വരുന്നത്, പണ്ട് ഒരുത്തനായിട്ട് എനിക്കിങ്ങനെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു, സജസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ സിനിമയിൽ വരെ അഭിനയിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. എന്റെ അമ്മനെ ഞാൻ ആലോചിച്ചിട്ട് ഏത് പടവും നീ അഭിനയിച്ചൊരു പടം പറഞ്ഞാ കുറെ അതൊക്കെ കുറെ ഈ പറയുന്ന ഷോർട്ട് ഫിലിം അല്ലാതെ വേറെ ഏതെങ്കിലും നീ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമ എന്ന് പറയുന്നത് എന്തോന്നും നാണം കെടുത്തുന്ന ചെറിയൊരു ഉളുപ്പ്, ലേശം ഉളുപ്പ് എന്ന് പറയുന്ന സാധനം അറിയാൻ വേണ്ട അർത്ഥം. ഡിക്ഷണറി എടുത്ത് നോക്കും ഉളുപ്പ് എന്തിരുന്നത്. അപ്പോ സംഭവം ഇത് കറക്റ്റാണ്, ഒരു പട്ടികളും വരുന്നില്ല എന്നുള്ളതാണ്. ഒരു ദാസേട്ടൻ കോഴിക്കോട് ഉണ്ടായിരുന്നു, ലെവനെ ഇപ്പൊ കാണാനേ ഇല്ല. ഈ ദാസേട്ടൻ കോഴിക്കോടിനെ കുറിച്ചൊരു റീല് വന്നു, കേൾക്കണേ. ലേഡി നിർമ്മാതാവിന് അത് കണ്ടു, അവരെനിക്ക് അറിയാവുന്നതാണ്. അവർ ആ മെസ്സേജിനെ കാണിക്കുകയും ചെയ്തു മോശമായിട്ട്. കറക്റ്റായിട്ട് അതെനിക്ക് അയച്ചു പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ മീഡിയയ്ക്ക് വേണ്ടി അത് കാണിക്കാൻ ശരിയല്ലല്ലോ. നമ്മൾ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ് ഈ ദാസേട്ടൻ. എനിക്കറിയാം, ഞാനൊരു വർക്കിന് ദാസേട്ടനായിട്ട് പോയി, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നതാണ്. ശ്രീലക്ഷ്മി അറിയാലോ, ശ്രീലക്ഷ്മി മുഖേനയാണ് പോയത്. അന്നത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ അന്നത്തേടെ കൂടി ദാസേട്ടനും ശ്രീലക്ഷ്മിയായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവിടെ കൊണ്ട് നിർത്തി. എന്നുവെച്ചാൽ അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരന്റെ സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ ഒരാള് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരും ഓക്കെ ആണെങ്കിൽ പുള്ളി ഓക്കെ ആകും. അങ്ങനെയാണ് പുള്ളിയുടെ ഇത്. അതായത് എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചത്. അപ്പൊ ദാസേട്ടൻ കോഴിക്കോട് എന്തൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത്. ആള് ശരിയല്ല, ആളൊരു 1.5 കോഴിയാണ്. അവർക്ക് ഓക്കെ ആണെങ്കിലേ വയ്ക്കുള്ളൂ. പക്ഷെ രണാസുനക്ക് ഇതൊക്കെ ഓക്കെയാണ്. ദാസേട്ടൻ കോഴിക്കുണ്ടെങ്കിൽ വടയിൽ വരെ മുന്തിരി വെച്ചെടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. അപ്പൊ ദാസേട്ടനെ കുറിച്ച് ഈ ദാസനെ കുറിച്ച് ഈ പറയുന്ന കുറെ അപരാധങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അവൻ ലോക കോഴിയാണ്, വരുന്ന പെണ്ണുങ്ങളെല്ലാം ഉപയോഗികളാണ് എന്നുള്ള രീതിയിൽ കുറെ റീലുകൾ വരുന്നുണ്ട്. എന്തോ ഓക്കെ. അടുത്ത അപരാധം കേൾക്കാം. സാധാരണക്കാരിയെ പോലെ കണ്ണട വെച്ച് ചുവന്ന ഡ്രസ്സിൽ അതിമനോഹരിയായി രണാസുന. എളുപ്പമായിരുന്നു എനിക്ക് ബയോളജി എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ഇതിലൊന്നും ഇല്ലടേ. ഏതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇവൾക്ക് ലക്ഷങ്ങളുടെ കോടികളുടെ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു. നീ ആദ്യം 100 രൂപയ്ക്കുള്ള ഹെഡ്ഫോൺ എടുത്ത് മാറ്റിയിട്ട് നല്ലതൊന്ന് വാങ്ങിച്ചേ. പണ്ട കാലം തൊട്ട് ഞാൻ കാണുകയാണ്. കോടികളുടെ കൊലിസ്, 35,000 ചെരുപ്പ്, ലക്ഷങ്ങളുടെ പിന്നെ ഫ്രോക്ക്, പിന്നെ ലക്ഷങ്ങളുടെ പിന്നെ കൂളിംഗ് ക്ലാസ് എല്ലാം ഉണ്ട്. പിന്നെ വിലമതിക്കാത്ത നുണകൾ ഇതൊക്കെയുണ്ട്. പക്ഷേ വെച്ചിരിക്കുന്ന 100 രൂപ മറ്റേ ഹെഡ്ഫോണാണ്. അത് നീ ഒന്ന് മാറ്റി എന്നുള്ളതാണ്. ഇനി വേറെ ഒരു സാധനം വെച്ചേരാ.
എടാ നമ്മുടെ ന്യൂസ് 80 ഈ ഒരു വാർത്ത കണ്ടിട്ടാണ് അപർണ ചേച്ചിയുടെ 38,000 ഫോളോവേഴ്സ് ഉള്ള മാസം 1,500 രൂപ വെച്ച് സബ്സ്ക്രിപ്ഷൻ മേടിച്ച് അതിനകത്ത് വേറെ മറ്റു പല പരിപാടികൾ നടക്കുന്ന അക്കൗണ്ടിനെതിരെ ഞാൻ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മെറ്റയ്ക്ക്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ട് റിമൂവ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം മെറ്റയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് തന്നെയാണ് പർപ്പിൾ ചേച്ചിയുടെ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് ഉണ്ടെന്നുള്ള രീതിയിലാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പം ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം 1 വയസ്സ് മുതലുള്ള പിള്ളേർ ചോറ് കഴിക്കാൻ വേണ്ടി ഇന്ന് ഷോർട്സ് റീൽസ് ഒക്കെയാണ് കാണുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഇതേപോലത്തെ കലാപരിപാടികളുമായിട്ട് ഓരോരുത്തരും ഇറങ്ങുന്നത്. 14-15 വയസ്സൊക്കെ പ്രായമുള്ള പിള്ളേർ ഇതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി ഉള്ള ഏജാണ്. അപ്പൊ അവർക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടി സബ്സ്ക്രിപ്ഷന് വേണ്ടി മറ്റേ അരി മേടിക്കാൻ വീട്ടിൽ 5 കിലോ അരി മേടിക്കാനുള്ള 500-400 രൂപ എടുത്തിട്ട് ഇത് ചെയ്ത പരിപാടികളെ കുറിച്ച് എനിക്ക് റിയലി അറിയാം. അപ്പം പണ്ട് ഇതിന്റെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് മേടിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ കൊടുക്കുന്ന റിപ്പോർട്ട്സുകൾ അവർ പ്രയോറിറ്റി ആയിട്ട് അത് പ്രോസസ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന നോട്ടിഫിക്കേഷനിൽ നമ്മൾ എന്റെ റിപ്പോർട്ട്സ് പ്രയോറിറ്റി ആയിട്ട് എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ കണ്ടന്റ് മാത്രമാണ് ഇവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട്സിനനുസരിച്ച്. പക്ഷെ ഇപ്പൊ അക്കൗണ്ട് നോക്കിയ പരിപാടി ആദ്യമായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഞാനിത് ആദ്യം ഇത് വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചു. പക്ഷെ പിന്നീട് ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ സമയം ചെലവാക്കി കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇതേപോലത്തെ ന്യൂഡിറ്റി വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ ഒരു കൊട്ട് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മെറ്റയെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇവർക്ക് ഇന്റർനാഷണലി ഇതേപോലത്തെ 14-15 വയസ്സ് പ്രായമുള്ള പിള്ളേർക്ക് ഇതേപോലത്തെ ന്യൂഡിറ്റി വീഡിയോസ് ഒക്കെ പോകുന്നത് അവർക്ക് വലിയ തലവേദന ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നിലവിലും നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റ് പോലും അവർക്ക് എതിരായിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കണ്ടന്റുകൾക്കെതിരെ റിപ്പോർട്ട് അടിച്ചാൽ അതിവേഗം ബഹുദൂരം അവരത് പ്രോസസ്സിങ്ങിന് എടുക്കും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ആനന്ദിപ്പിക്കും സബ്സ്ക്രിപ്ഷൻ ചെയ്ത് പൈസ പോയവന്മാരെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. എവനാണ് ഈ അപർണയെ പർപ്പിൾ ചേച്ചിന്റെ അക്കൗണ്ട് പോയി ഒരു അക്കൗണ്ട് ഇതിലും കൂടി ഒരു റിപ്പോർട്ട് ഇതിലും കൂടി അയക്കേണ്ടത് ഏത് പ്രൊസീജിയറാണ് ചെയ്തത് ആ രീതിയിൽ ഒന്നും കൂടി അയക്ക്. മനസ്സിലായോ? അപ്പൊ റനാസുന ഉടനെ എന്റെ കട്ടയപ്പടം മടങ്ങും എന്നുള്ളതാണ്. ഇനി റനാസുനെ മറ്റൊരു സാധനം കേടാമേ. പക്ഷെ മുകളിൽ പോയിട്ട് പൊട്ടുന്ന വേണം, അതല്ല നല്ലത്. മുകളിൽ പോയിട്ട് മറ്റേ റോക്കറ്റ് പോലത്തെ ഒരു സാധനം അതിങ്ങനെ പോയിട്ട് പോകുന്ന പറഞ്ഞാൽ താഴോട്ട് വരുന്നില്ല. അതും ഇഷ്ടമാണ്. എല്ലാ പടക്കങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നെസ് ആണ്. പടക്കം പൊട്ടിക്കാൻ പേടിയാണ്, ഒച്ച കേൾക്കാൻ പേടിയാണ്, ഓടും. പടക്കം ഇഷ്ടമാണ്, വീക്ക്നെസ് ആണ് എന്നുള്ളതാണ്. അതിപ്പം ഇങ്ങനെയാണ് പച്ച മലയാളത്തിലൊക്കെ പറയണത്. എല്ലാമാരും ചോദിക്കണേ ഇതുകൊണ്ടാണ്, പടക്കങ്ങൾ ഇഷ്ടമാണോ? അപ്പോ എനിക്ക് റോക്കറ്റ് മറ്റേ പൂത്തിരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് നമ്മുടെ റനാസുന പറയുന്നത്. നെക്സ്റ്റ്, അതായത് അതിസുന്ദരിയായി പിന്നെ ക്ലിവേജ് ഒക്കെ കാണിച്ചുകൊണ്ട് സാധാരണക്കാരിയെ പോലെ റനാസുന. ഹായ് രേണു, കടൽപ്പുറത്താണോ ഇന്ന് ഷൂട്ട്? കരിഞ്ഞു പോവോ? ഞാൻ കരയും മിക്കവാറും. സൺസ്ക്രീം അല്ലേ? സൺസ്ക്രീം അല്ലടാ, സ്ക്രീൻ. സ്ക്രീൻ അങ്ങനെ പറഞ്ഞു. എല്ലാ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെയാ പറയുന്നത്. പിന്നെ നമുക്ക് അവന് സാമടങ്ങത്തില്ല. സബ്സ്റ്റേഷൻ ഞാൻ പല സ്കൂളിൽ സബിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്നവരടുത്ത് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ മറുപടി കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. സബിനകത്ത് സംസാരിക്കാൻ ഇംഗ്ലീഷിൽ തന്നെ മറുപടി കൊടുക്കും. നീ കൂടുതലൊന്നും ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ റിലീവ് ചെയ്യും. റനാസുന ഒന്ന് റിലീവ് ചെയ്യരുത്. അത്രയ്ക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം, എനിക്ക് ഇംഗ്ലീഷൊക്കെ നല്ല രീതിയിൽ അറിയാം എന്നുള്ളതാണ്. ഇനി മറ്റൊരു അറിയില്ല. അങ്ങനെ പറഞ്ഞ എനിക്കും രാവിലെ ഞാൻ പറയുന്നത് സംസാരിക്കുന്നില്ല. എനിക്ക് മൈര അത്ര അല്ല പപ്പടം പോലെയുള്ള സാധനം. കുറുനരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സ്വന്തം ഇതൊക്കെ വരട്ടെ. മനസ്സിലായ കുറുനരി എന്ന് പറഞ്ഞാൽ എനിക്ക് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതാണ് സംസ്കാരം ഓരോന്നായിട്ട് വരികയാണ്. എളുപ്പമായിരുന്നു എനിക്ക് ബയോളജി എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. രേണു ഷൂട്ട് സമയം അത് സ്വാഭാവികം. എന്തിനാണ് എളുപ്പമുള്ള സബ്ജക്റ്റ്? എനിക്ക് മലയാളമാണ്. എനിക്ക് ബയോളജിയാണ് എനിക്ക് ഏറ്റവും സ്വാഭാവികം. പ്രത്യേകിച്ച് പറയണമെന്നില്ല, എനിക്ക് ബയോളജി, പരാഗണം ഇതൊക്കെയാണ് ഇഷ്ടം. ഹായ് രേണു, കടൽപ്പുറത്താണോ ഇന്ന് ഷൂട്ട്? കരിഞ്ഞു പോവോ? ഞാൻ കരയും മിക്കവാറും. സൺസ്ക്രീം അല്ലേ? സൺസ്ക്രീം അല്ലടാ, സ്ക്രീൻ അങ്ങനെ പറഞ്ഞു. എല്ലാ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെയാ പറയുന്നത്. പിന്നെ നമുക്ക് അവന് സാമടങ്ങത്തില്ല. സബ്സ്റ്റേഷൻ സ്ക്രീൻ എന്ന് പറഞ്ഞു.
ഞാൻ പല സ്കൂളിൽ പഠിച്ചായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. മലയാളം മീഡിയം. അല്ല ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നു, ഓ, എന്നെ വാക്കുകളൊക്കെ നന്നായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്. ഈ സബിനകത്ത് ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന ആൾക്കാരോട് എങ്ങനെ മറുപടി കൊടുക്കും? ഇംഗ്ലീഷ് മറുപടി കൊടുക്കും. ഇംഗ്ലീഷ് മറുപടി കൊടുക്കും തന്നെ കൊടുക്കും. ഇതിനകത്ത് ഒരുത്തം വന്ന് ചോദിക്കാണ്, ചേച്ചി സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ടോ എന്നാണ് പറയുന്നത്. അവൻ പറഞ്ഞത് സൺസ്ക്രീൻ. അപ്പൊ ഉടനെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം നമ്മുടെ റെനാസിനെ പറയുന്നത് സൺസ്ക്രീൻ, എനിക്കിങ്ങനെ തെറ്റിക്കാതെ, സൺക്രീം അല്ല സൺസ്ക്രീൻ അല്ല സ്ക്രീം. അതെന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. റെനാസിന് എനിക്കത് ഒന്ന് നീ സൺസ്ക്രീൻ എന്ന് പറ, അല്ലെങ്കിൽ സൺസ്ക്രീം എന്ന് പറ. ഈ സൺസ്ക്രീം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. സൺസ്ക്രീം ഇനി നിനക്കേ അറിഞ്ഞൂടാ. നിന്റെ നടത്ത് കണ്ടുകഴിഞ്ഞാൽ നീ ഏതോ മറ്റേ കോപ്പിലെ തമ്പുരാട്ടി എന്നാണ് വിചാരം. മനസ്സിലായില്ല. അവൻ ചോദിച്ചത് കറക്റ്റാണ്. അവനെ എന്നിട്ട് ആക്കുകയാണ്. അവന് യെസ് വഴക്കൂല. അത് ശരിയല്ല. സബ്സ്ക്രിപ്ഷൻ അവൻ സബ്സ്റ്റേഷൻ എന്നാ പറയുന്നത്. അത് എവളാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ അവൻ കൃത്യമായിട്ട് ചോദിച്ചു സൺസ്ക്രീം. അത് സൺസ്ക്രീം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ സൺസ്ക്രീൻ എന്ന് പറയാം. സൺസ്ക്രീം എന്ന് ഞാൻ കേട്ടിട്ടില്ല. എന്നാ അതിനാ നീയാണ് ഇവിടെ മണ്ടം പറഞ്ഞത്. നീ വലിയ കോപ്പില മറ്റവളെന്ന് പറഞ്ഞിരിക്കുന്നത്. നീയാണ് ഇപ്പം പറഞ്ഞത് സൺസ്ക്രീം. ഇവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടേ, ഒന്നീ സ്ക്രീൻ അല്ലെങ്കിൽ ക്രീം. ഇത് രണ്ടിന്റെയും കൂടെ ഇടയിൽ കൂടി സൺസ്ക്രീം. അയ്യോ എന്തൊരു അപരാധി ചെയ്യാത്ത എന്തൊക്കെ കാണാൻ കിടക്കണോ. ഓരോ ദിവസവും അമ്മനെ ഇങ്ങനെ ഓരോന്നോരോന്ന്. ഇതൊന്നും അല്ലടേ, ഒരു ലോഡ് കിടപ്പുണ്ട്, ഒരു ലോഡ് സാധനം കിടപ്പുണ്ട്. പിന്നെ നമുക്കൊരു തേങ്ങ ഇല്ലാതിരിക്കുമ്പോൾ, കണ്ടന്റ് ഇല്ലാതിരിക്കുമ്പോൾ ഇതിന്റെ അടുത്ത് കണ്ടന്റ് ആയിട്ടൊന്ന് കുറച്ചൊന്ന് ചിരിക്കാം, നമുക്കൊന്ന് ആസ്വദിക്കാം, പൊട്ടി ചിരിക്കാം. ഈ നുണച്ചും ഇങ്ങനെ അപരാധങ്ങൾ ഈ ജീവിതം ഈ വർത്തമാന കാലത്ത് ഉണ്ട് എന്ന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ചെയ്യുന്നതേ ഉള്ളൂ. മനസ്സിലായോ? നമുക്ക് വീണ്ടും കാണാം.